ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11 മണിക്ക് എറണാകുളം കളക്ടറേറ്റിലെത്തിയാണ് വരണാധികാരി മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഉമേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ഉമേഷ്. ഗുഡ് മോർണിംഗ് കാവ്യ. എന്നും രാവിലെ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഉമേഷ് എത്തുമ്പോൾ സ്ഥാനാർത്ഥി കൂടെ ഉണ്ടാകാറുണ്ട്. രവീന്ദ്രനാഥൻ മാഷിന്റെ പര്യടനത്തിന്റെ അല്ലെങ്കിൽ പ്രചാരണത്തിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയാറുണ്ട്. ഇന്ന് അദ്ദേഹം നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ തിരക്കിലാണല്ലേ? അതേ കാവ്യ, ഇന്ന് രവീന്ദ്രനാഥ് മാഷാണെങ്കിലും ഷൈൻ ടീച്ചറാണെങ്കിലും അവർ മറ്റ് പരിപാടികളിലാണ്. ഷൈൻ ടീച്ചർക്ക് ഇനി പൊതുപര്യടനം ഈ മാസം 1-ാം തീയതി മുതൽ മാത്രമാണുള്ളത്. ഈസ്റ്ററിന് ശേഷമാണ് ഉണ്ടാവുക. രവീന്ദ്രനാഥ് മാഷ് രാവിലെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അതിനു മുൻപ് മറ്റ് പര്യടന പരിപാടികളില്ല. അദ്ദേഹം രാവിലെ 9 മണിക്ക് അങ്കമാലിയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ എറണാകുളത്തേക്ക് വരികയാണ്. കളക്ടറേറ്റിൽ പോകുന്നതിന് മുൻപ് തൃക്കാക്കരയിൽ പാർട്ടി പ്രവർത്തകരുമായൊക്കെ കൂടിക്കാഴ്ചയുണ്ട്. അതിനുശേഷം തൃക്കാക്കരയിൽ നിന്നാണ് ഈ കളക്ടറേറ്റിലേക്ക്, എറണാകുളം ജില്ലാ കളക്ടറേറ്റിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തുക. രാവിലെ 11 മണിക്ക് ജില്ലാ കളക്ടറേറ്റിലെത്തി വരണാധികാരി മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 3 സെറ്റ് പത്രികയായിരിക്കും ചാലക്കുടി ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് സമർപ്പിക്കുക. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം അദ്ദേഹത്തിന് കാര്യമായ പരിപാടികൾ ഇന്നില്ല. ഉച്ചയ്ക്ക് ശേഷം ചില കുടുംബ സംഗമങ്ങൾ, മണ്ഡലത്തിൽ പലയിടങ്ങളിലായി നടക്കുന്ന ഏതാനും ചില കുടുംബ സംഗമങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൊതുപര്യടനം ഈ മാസം 3 മുതലാണ് ആരംഭിക്കുക എന്നും അറിയിച്ചിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായാണ് പൊതുപര്യടനം നടക്കുക. 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെ ആദ്യഘട്ട പൊതുപര്യടനം നടത്തും. അതിനുശേഷം പിന്നീട് 15 മുതൽ 21 വരെ 2-ാം ഘട്ട പൊതുപര്യടനം. അങ്ങനെ 2 ഘട്ടങ്ങളിലായാണ് മണ്ഡലമൊട്ടാകെയുള്ള പൊതുപര്യടനം നടത്തുക. ഇതിനകം തന്നെ അദ്ദേഹം 4-ാം ഘട്ട പര്യടനം പൂർത്തിയാക്കിയതാണ്. മണ്ഡലത്തിൻ്റെ അതായത് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഉൾക്കൊള്ളുന്ന 7 നിയമസഭാ മണ്ഡലങ്ങൾ, ഇവിടെയെല്ലാം അദ്ദേഹം 4 തവണ അദ്ദേഹം സഞ്ചരിച്ചതാണ്. വോട്ടർമാരെ പലതവണ കണ്ടതാണ്. മണ്ഡലത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും അദ്ദേഹം ഇതിനകം സഞ്ചരിച്ച് കഴിഞ്ഞതാണ്. അതിനൊടുവിലാണ് ഇപ്പോൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. പത്രികാ സമർപ്പണത്തിന് ശേഷം കുടുംബസംഘം പങ്കെടുത്ത് പിന്നീട് 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെയും പിന്നീട് 15-ാം തീയതി മുതൽ 20-ാം തീയതി വരെയും അങ്ങനെ 2 ഘട്ടമായി പൊതുപര്യടനവും ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പത്രികാ സമർപ്പണത്തോടെ മണ്ഡലത്തിൽ പ്രചാരണ പരിപാടികൾ ഊർജിതമാവുകയാണ്. മുഖ്യമന്ത്രി അടക്കം ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണത്തിനായി എത്തുന്നുണ്ട്. മുഖ്യമന്ത്രി അടുത്ത മാസം 12-നാണ്, അതായത് ഏപ്രിൽ 12-നാണ് മുഖ്യമന്ത്രി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെത്തുക. മണ്ഡലത്തിൽ 3 കേന്ദ്രങ്ങളിൽ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. അതുകൂടാതെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണത്തിനായി എത്തുന്നുണ്ട്. അദ്ദേഹം 7-ാം തീയതി 3 വിവിധ പൊതുപരിപാടികളിൽ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ആ രീതിയിൽ വലിയ തരത്തിൽ ആവേശകരമായ രീതിയിലേക്ക് മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾ മുന്നോട്ട് പോവുകയാണ്. UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ ഇന്ന് തൃശ്ശൂർ ജില്ലയിലാണ്. ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ പര്യടനം ഇന്ന് നടക്കുന്നത്. NDA സ്ഥാനാർത്ഥി A ഉണ്ണികൃഷ്ണനും വിവിധ ഇടങ്ങളിൽ ഇന്ന് വോട്ടർമാരെ കാണുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എറണാകുളം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ 2 ദിവസമായി പര്യടനമില്ല. ഇനി തിങ്കളാഴ്ചയെ പര്യടനം പുനരാരംഭിക്കുകയുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ സ്ഥാനാർത്ഥിയുടെ പൊതുപര്യടനം ആരംഭിക്കുകയാണ്. എറണാകുളം മണ്ഡലത്തിലും മുഖ്യമന്ത്രി വരുന്നുണ്ട്. എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും അദ്ദേഹം 3 പരിപാടികളിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ എറണാകുളം മണ്ഡലത്തിലും 3 പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. 3-ാം തീയതിയാണ് 3 പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനും ഇന്ന് വിവിധയിടങ്ങളിൽ സഞ്ചരിച്ച് വോട്ടർമാരെ കാണും. NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണനും സമാനമായ രീതിയിൽ തന്നെ മണ്ഡലത്തിലെ പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവമാണ്. ആ രീതിയിൽ എറണാകുളം ജില്ലയിലെ സ്ഥാനാർത്ഥികളെല്ലാവരും അവരുടെ പ്രചാരണം ഊർജിതമാക്കുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണമൊക്കെ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ LDF സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ്, ചാലക്കുടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. കാവ്യ.